25-ലധികം രാജ്യങ്ങൾ, പൊടിച്ചത് കോടികൾ, എത്തിയ നിക്ഷേപമോ വട്ടപൂജ്യം. ആരോ ചന്തയ്ക്ക് പോയ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 9 വർഷമായി നടത്തിയ വിദേശ സന്ദർശനങ്ങൾ. സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ യാത്രകൾ ഫലം കണ്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. തന്റെ സന്ദർശനത്തിലൂടെ കോടികൾ കേരളത്തിലേക്ക് നിക്ഷേപമായി എത്തിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലടക്കം തള്ളിമറിച്ചത്. എന്നാൽ എത്തിയ നിക്ഷേപങ്ങളുടെ നിലവിലെ അവസ്ഥ വിവരാവകാശം പ്രകാരം ചോദിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ഭാഗമായി കമ്പനികളുമായി ഒപ്പിട്ട ധാരണാപത്രങ്ങളെക്കുറിച്ച് വ്യവസായ വകുപ്പിന് യാതൊരു വിവരവുമില്ല. നിക്ഷേപം ഏകോപിപ്പിക്കേണ്ട ചുമതലയുള്ള KSIDC ആകട്ടെ കൈമലർത്തുകയും ചെയ്യുന്നു. നിക്ഷേപം ആകർഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ യാത്രകളിൽ ഉച്ചഭക്ഷണത്തോടുകൂടിയ യോഗങ്ങൾ, റോഡ് ഷോകൾ, നിക്ഷേപ സംഗമങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. പലപ്പോഴും കുടുംബാംഗങ്ങളും യാത്രയുടെ ഭാഗമായിരുന്നു. കോടികൾ ഖജനാവിൽ നിന്നും ഒഴുകിയിട്ടുണ്ടെങ്കിലും കൃത്യമായ കണക്ക് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. നിക്ഷേപം ആകർഷിക്കാനാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഒന്നാം തരം ധൂർത്താണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നടത്തിയ ഈ ലോക സഞ്ചാരങ്ങൾക്ക് താങ്കൾ കേരള ജനതയോട് മറുപടി പറഞ്ഞേ തീരൂ.